മൃദുലയുടെ വീട്ടിലേക്ക് അറിയിക്കാൻ പോകുന്ന ഒരു ചടങ്ങാണ്. അറിഞ്ഞിട്ടില്ലല്ലോ. ഞാനും വേണ്ടി പലഹാരം എടുക്കാൻ വേണ്ടി പോവാ. പ്രിയ സുഹൃത്തുക്കളെ, അടുത്തതായി അമ്മ മുമ്പേ ഹേ ഗായ്സ്, അപ്പോ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് സുഹൃത്തുക്കളെ. അപ്പോ എന്താ പറയാ, നമ്മളെ 3 മാസത്തില് നമ്മൾ പെണ്ണിന്റെ വീട്ടിലേക്ക്, അതായത് മൃദുലയുടെ വീട്ടിലേക്ക് അറിയിക്കാൻ പോകുന്ന ഒരു ചടങ്ങാണ്. അതായത് മൃദുല പ്രഗ്നന്റ് ആണ് എന്ന് നമ്മളെ വീട്ടിൽ അറിഞ്ഞിട്ടില്ലല്ലോ. അത് ആരും അറിഞ്ഞിട്ടില്ല. അല്ല, അതൊരു ചടങ്ങാണ്. ആക്ച്വലി നമ്മൾ ഈ 3 മാസം, ചിലയിടത്തത് 5 മാസമാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ, അത് ട്രിവാൻഡ്രത്തൊക്കെ അവർ 5 മാസത്തിലാണ് ആ ഒരു അറിയിപ്പ് ചടങ്ങ്. അപ്പം നമ്മളിവിടെ 3 മാസമാണ്. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലുള്ള പല ചടങ്ങുകളാണ്. അപ്പൊ ഇവിടെ 3 മാസത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി ഈ കാണുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടോ എന്തോ എനിക്കറിയത്തില്ല. നമ്മളിവിടെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങുണ്ട്. 3 മാസം ആകുമ്പം പെണ്ണിൻ്റെ വീട്ടിലോട്ട് 3 കൂട്ടം പലഹാരമായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ മാത്രം, വേറെ ആണുങ്ങളാരും പോകുന്നില്ല, പെണ്ണുങ്ങൾ മാത്രം പോവും. അത് ഞാനും പോവില്ല, എവളും പോവില്ല. വീട്ടിൽ നിന്ന് അമ്മ, കുറച്ച് റിലേറ്റീവ്സ് എല്ലാവരും കൂടി പോയിട്ട് പലഹാരമൊക്കെ കൂടെ കൊടുക്കും. അതാണ് ചടങ്ങ്. എന്നിട്ട് പറയും അമ്മ. എന്ത് പറയുന്നമ്മ? നമ്മൾ ഉറക്കം എണീറ്റതേ ഉള്ളു കേട്ടോ. അമ്മ പറയും ഇവിടുത്തെ പെണ്ണ് ഗർഭിണിയാ. എനിക്കറിയത്തില്ല, ക്രിഞ്ച് പരിപാടിയാ. എന്തായാലും ഞാനും അവിടെ ഒന്നും പോകുന്നില്ല. കൊച്ചു പോകുന്നുണ്ട്, കാരണം വണ്ടി ഓടിക്കണം, പിന്നെ വീഡിയോ എടുക്കണ്ടേ ഇല്ലേ. എന്താ പറയുന്നത്, ഒരു അറിയിപ്പ് ഡേ ആണ് സുഹൃത്തുക്കളെ. എല്ലാവരും അറിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടുന്ന് ഒഫീഷ്യലി ഇവിടുന്ന് അമ്മയും ഇവിടുന്ന് നമ്മുടെ ഫാമിലി, അവളുടെ ഫാമിലി, ഒരു സംഭവം, ഒരു ചടങ്ങ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മളിത് കാപ്പി കുടിച്ചിട്ട് ഞാനും അമ്മയും കൂടെ പലഹാരം എടുക്കാൻ വേണ്ടി പോവാട്ടോ. നമ്മൾ എന്തൊക്കെ ഐറ്റം പറഞ്ഞിരിക്കണേ? നെയ്യപ്പം, വെട്ട് കേക്ക്, പിന്നെ ബോളി. ഈ വെട്ട് കേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ തോന്നി. 3 ഇതളുള്ള കേക്ക് ഉണ്ടല്ലോ, അതിന് നമ്മുടെ നാട്ടിൽ വെട്ട് കേക്ക് 4 ഇതളുള്ള കേക്ക്. അപ്പൊ ഇന്ന് അറിയിക്കാൻ പോവാണ്. ഇനി ആരാ അറിയാനുള്ളത്? ഞാൻ അവിടെ ചെന്ന് എന്തോ പറയുന്ന അന്നേരം എന്തോ ചടങ്ങല്ലേ. അവളുടെ അമ്മ അച്ഛനൊക്കെ പറഞ്ഞ 5 മാസത്തിൽ അവർക്കൊരു ചടങ്ങുണ്ട്. ഇങ്ങോട്ട് വരുന്ന, അന്വേഷിക്കാൻ വരുന്ന ചടങ്ങ് അങ്ങനൊക്കെ പറയുന്നത്. ഇതിനെ പറ്റിയൊന്നും എല്ലാ ചടങ്ങ്. അവിടെ മൃദുലയുടെ അമ്മ സദ്യ മറ്റു കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിനക്ക് വന്നൂടെ? കൊച്ചു വന്ന് എനിക്ക് വന്നൂടെ ഗൈസ്, എനിക്ക് വന്നൂടെ. അതെന്തൊരു ഏർപ്പാടേ. എനിക്ക് കൂടി കാണണ്ടേ നിങ്ങൾ അറിയിക്കുന്നത് എങ്ങനെയാണെന്ന്. എനിക്കത് അറിയാനുള്ള ആകാംക്ഷയാണ്. നമ്മുടെ പലഹാരങ്ങൾ എടുത്തു വെച്ചോണ്ടിരിക്കുന്നു. ഇത് ഏതൊക്കെയാണെന്ന് അറിയാൻ വയ്യ, പൊട്ടിച്ചു നോക്കിയാലും അറിയാം. അമ്മ അതേ ബാക്കി 2 എടുത്തുകൊണ്ട് വരുന്ന കേട്ടോ. ദേ അറിയിക്കാൻ പോവാൻ കൊച്ചു റെഡിയായ കേട്ടോ. അറിയിച്ചിട്ട് വരാം. എന്തോ അറിയുന്നത്? നിങ്ങളുടെ മോൾ ഗർഭിണിയാണ്, കൺഗ്രാജുലേഷൻസ്. നിങ്ങൾ ഇതിനു മുമ്പ് അറിഞ്ഞില്ലേ? ഇന്നലെ കൊട്ടാരക്കര പോയി പൂജിച്ചാണ് കേട്ടോ. ഞാൻ കെട്ടി ലൂസായി പോയി. കൊച്ചുവിന്റെ കോസ്റ്റ്യൂം കണ്ട ഗൈസ്, മുണ്ട്. ഞങ്ങള് കുറച്ച് പെമ്പടകൾ മാത്രമാണ് പോണത്, നമ്മൾ ഉൾപ്പെടെ. അല്ല ഞാനില്ല, മാത്രമേ ഉള്ളൂ. അവർക്ക് വണ്ടി പിടിക്കാൻ അറിയാത്തോണ്ട് കൂടെ പോണെന്നല്ലേ, ഞാനും പോകത്തില്ല. നിങ്ങളെ കാണിക്കാനാ ഞാൻ പോണ. അടിച്ചു കീറി വാ. ഞാനും അമ്മയും സെയിം കളർ കേട്ടോ. സെയിം ബട്ട് ഡിഫറൻസ്. ഈ പലഹാരപ്പെട്ടി പൊട്ടിക്കാൻ പോന്നേ. ഇത് നമുക്കുള്ള വീട്ടിൽ തിന്നാടാ, അമ്മക്ക് തിന്നാ, നമുക്ക് തിന്നാനുള്ളത്. അത് നല്ല കാര്യം. ബോളി സത്യല്ലേ. ഇതാണ് പൂ കേക്ക്, സോറി വെട്ട് കേക്ക്. നെയ്യപ്പം വരുമ്പോഴത്തേക്ക് കുറച്ച്. പ്രിയ സുഹൃത്തുക്കളെ, അടുത്തതായി പലഹാര തീറ്റ മത്സരം. എടാ 3 മാസത്തിൽ 3 എണ്ണം, 7 മാസത്തിൽ 7 സൈസ് പലഹാരം. അമ്മ വെട്ട് കേക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇറങ്ങാം സുഹൃത്തുക്കളെ. ഞങ്ങൾ പോകുന്നില്ല, ഇവരില്ല, ഞങ്ങൾ ചുമ്മാടെ ഒരുങ്ങി രാവിലെ. നമ്മൾ കുറച്ച് കുടുംബക്കാർ മാത്രം പോയിട്ട് വരാൻ കേട്ടോ. കുരുത്തക്കേടൊന്നും കാണിക്കരുത് രണ്ടുപേരും. ഇനി എന്തോ കുരുത്തക്കേട് കാണിക്കാനായിരുന്നു. നീ ഒരു കുരുത്തക്കേട് കാണിച്ചേനെ ഇപ്പൊ കിടന്ന് ഓടുന്ന.
ചുമ്മാണ് കേസ് പോവാ. കൊച്ചു വണ്ടി കയറി വണ്ടി എടുക്കാൻ പോകണം. നമ്മൾ എർട്ടിക്കലാണ് പോകുന്നത്. ഈ ഒരു വണ്ടിക്കകത്ത് കൊള്ളുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഫാമിലിയിൽ ഒരു 6-7 പേരുണ്ട്. അപ്പോൾ എല്ലാവരുടെ ഓരോരുത്തരെ വീട്ടിൽ പോയി വിളിച്ച് നമ്മൾ അങ്ങോട്ട് നേരെ പോകുക കേട്ടോ. ഞാനില്ല, കൊച്ചു. പലഹാരം കൊണ്ടു കൊടുക്കാൻ പോന്നില്ലേ? പൊക്കൂടായിരുന്ന മുതിർന്ന പെണ്ണുങ്ങള് എവൻ പോകുന്നുണ്ട്. വല്ല വണ്ടിയൊക്കെ ഓടിച്ച് പഠിച്ചുകൂടായിരുന്നു. എനിക്ക് വരേണ്ട വല്ല കാര്യമുണ്ടോ? അത് തന്നെ നമ്മളെ വീട്ടിലെ മുതിർന്ന സ്ത്രീ. അല്ല, ഇവർക്ക് ഓടിക്കാറില്ലൂടാ. നിങ്ങൾക്ക് വണ്ടി നീയാ മുതിർന്നെന്ന്. നീയാണ് ഇവരെല്ലാം നയിക്കുന്നെന്ന്. നീ പടത്തലവൈ. അപ്പം ബെസ്റ്റ് ഓഫ് ലക്കടാ. പോയി അറിയിച്ചിട്ട് വാ. കേട്ടോ. അമ്മാമ്മടുത്ത് പറഞ്ഞിട്ട് അമ്മാമ്മടുത്ത് പറഞ്ഞിട്ട് ഇവിടെ ഒരു കുഞ്ഞാമ വളർന്നു വരുന്നുണ്ട്. പോയിട്ട് വരട്ടെ. അമ്മ പോയി അവിടെ പറയുന്ന വീഡിയോ ഒന്ന് എടുക്കണേ. അമ്മ എങ്ങനാ പറയുന്നതെന്ന് എനിക്ക് അറിയണം. എങ്ങനെ പറയണം? അങ്ങനെ പറയാം. പോട്ടെ. ബൈ ബൈ ബൈ. അപ്പോൾ കൊച്ചും അമ്മയും എല്ലാവരും ഇവിടുന്ന് കുടുംബക്കാരെല്ലാവരും കൂടി ഇവിടെ കൊണ്ട് യാത്രയായിട്ടുണ്ട് സുഹൃത്തുക്കളെ. അവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. തെമ്മല അല്ലെങ്കിൽ എപ്പോഴും മഴയാണ്. നോൺ വെജ് ആണ് കേട്ടോ. ഇന്ന് നോൺ വെജ് ആണ്. അവിടെയും ചിക്കൻ കറി, സദ്യ പ്ലസ് സദ്യയുടെ അറ്റത്ത് ചിക്കൻ കറി. ഇവിടെ ഇന്നത്തെ ചിക്കൻ ഫ്രൈയുടെ മെയിൻ റെസിപ്പി താരം എന്ന് പറയുന്നത് നമ്മുടെ ഈ പിരിയൻ മുളകാണ്. ഞാൻ എൻ്റെ മുളകിൽ നിന്ന് കുരു വേർതിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വേർതിരിച്ചിട്ട് വരാം കേട്ടോ. മാരിനേഷൻ കഴിഞ്ഞ ഒരു 10-20 മിനിറ്റ് നമുക്ക് വെക്കാം. നമ്മൾ മുറുകിന്റെ വീട്ടിൽ എത്തിയേട്ടാ. ഇറങ്ങില്ല, കണ്ട ഒരു വണ്ടി ആളുണ്ട്. പെൺപടകൾ. ഒരു പെണ്ണിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. എന്തിനാ പറയുന്നത്? എന്തോ പറയണത്. വിശേഷം അറിയിക്കാൻ വന്നതാണ്. വിശേഷമുണ്ട്, അത് അറിയിക്കാൻ വന്നതാണ്. 3 മാസം ചെന്ന് പറ. ഇറങ്ങാം ഗൈസ്, ഇറങ്ങാം. കേറിക്കടാ. ഒറ്റാലേക്ക് പുല്ലിറങ്ങി വരണ്ടേരുന്നു. ദേഷ്യം വരുന്ന കേട്ടാ. ചേച്ചിയാ, വലിയ ചേച്ചി. അതെ, അതല്ലാത്തപ്പോ ചിരിക്കുന്നത് നിങ്ങൾ എല്ലാരും കണ്ട് പേടിച്ചതാട്ടോ. അല്ലേ ചിരിക്കല്ലേ? ഒത്തില്ല. ഇപ്പൊ ചിരിക്കണ. നിന്റെ പല്ലെല്ലാം പോയി. അമ്മുമ്മ കൊച്ചിനൊന്ന് കൊഞ്ചിച്ചാണ്. കൊച്ചിനെ കൊഞ്ചിക്കുമ്പോ അമ്മക്ക് തന്നെ പേടിയാവും. ഒന്ന് ഒരുമാതിരി നോക്കുന്നത്. എന്തിനീ കാണിക്കുന്നത്? വേണ്ട. എന്തിനു ഇവിടുത്തെ വന്നെന്നാ കൊച്ചാലോചിക്കുന്നത്. ഉറങ്ങിയാ മതിയായിരുന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു പല്ലുണ്ട്. ഒരു പല്ല് വന്നടേ. 9. കെട്ടിപ്പിടിച്ചു. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൂടെ. ഇങ്ങോട്ട് വാടേ, ഒരു കാര്യം പറയാനാ വന്നത്. എടേ അറിയിക്കുക കേട്ടോ, അറിയിച്ചില്ല അപ്പോഴേ കഴിപ്പ്. അവിടെ അറിയിക്കുക കേട്ടോ. നമ്മളിവിടെ ചിക്കൻ ഫ്രൈ വെക്കുന്നു, അവിടെ അറിയിക്കുന്നു. ഞങ്ങളുടെ മോള് ഗൾഫിലാണ്. അപ്പൊ അത് പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ മാസമായി. നമ്മൾ പറയാനാ കൈയടി.
എടാ അറിയിച്ച് കേട്ടോ, അറിയിച്ച്. ലാസ്റ്റ് അറിഞ്ഞത് ഇവരാന്ന് തോന്നുന്നല്ലേ. ഗർഭിണിയാണ്. അത് ശരിയാ. നമ്മൾ ആദ്യമായിട്ടാണ് ആദ്യത്തെ കുഞ്ഞാണ് ഇറങ്ങുന്നത്. ഇനി എന്തോ, ഇനി ഒന്നുമില്ല, ഇനി ഫുഡ് അടി. ഇതൊക്കെയാണ് കുട്ടി കറി. ബീട്രൂട്ട് തോരൻ, അവിയല്, സലാഡ്, അത് മീനാണോ? മീനച്ചാറ്, മീനച്ചാറാണ്. ഇത് ഇഞ്ചി കറി, അച്ചാറ്. ഓ, മീനച്ചാറുണ്ടല്ലേ. ഇപ്പൊ ഡയറ്റാ 2 ദിവസമായിട്ട്. മതി മതി. കുറച്ച് മീനച്ചാറും. ഇപ്പൊ പരിപ്പ് ഇഷ്ടമല്ല, മോര ഇഷ്ടം. മീനച്ചാറ് കിട്ടുന്നു കേട്ടോ. എല്ലാം കഴിച്ചിട്ട് വരാം. അപ്പൊ ഓക്കെ, നമ്മൾ ഇറങ്ങട്ടെ. ആന്ധ്ര എണീറ്റത് ഇറങ്ങട്ടെ. അപ്പൊ ഇനി എന്നാ അങ്ങോട്ട് വരുന്ന? ഇനി അങ്ങോട്ട് വരൂലേ അറിയിക്കാൻ? ഇതെന്തായാലും അറിയിച്ച് കളിക്കണം. അങ്ങോട്ട് വരും. 3-ാം മാസത്തില് നമ്മൾ വന്ന് അറിയിക്കും, 7-ാം മാസത്തില് വന്ന് വിളിച്ചോളൂ. ഓക്കെ. എനിക്ക് അറിഞ്ഞൂടാ, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെയൊക്കെ ഇല്ലേ പഠിക്കുന്നത്. ഹാപ്പി ഹാപ്പി അല്ലേ? ഹാപ്പി എടുക്കാനാ? എന്ത് പറ്റി? നമുക്ക് പോവാം, വീട്ടിൽ പോവാം. ഇപ്പൊ കരയും മിക്കവാറും. ഇപ്പൊ കരയും. അവ എന്നും എങ്ങനെ അവ പോവാൻ സമയപ്പോ അവ കരയും. എടാ പോട്ടാ, അവ കരയണ നോക്ക്. അവന് പോണ ഇഷ്ടല്ല. പോട്ടാ, ശരി പോ. ഓ ഭയങ്കര കരച്ചില്ലേ പോയി. ആങ്കളുടെ പീരമേളം എന്തോ ആയി? പീരവെള്ളം ആവുന്നതേ ഉള്ളൂ. ആണോ? ഓ, ഞാൻ കറക്റ്റ് ടൈമിലല്ലേ വന്ന. ഒരു 10-20 മിനിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ മാരിനേഷൻ നോക്കുന്നത് ചിക്കൻ നല്ല കിട്ടിലുമായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഫ്രൈ ചെയ്യാം. എൻ്റെ മൃദുല അവിടെ നെത്തോലി പീര യുടെ പ്രിപ്പറേഷനിലാണ്. ഞാനിവിടെ ചിക്കൻ ഫ്രൈയുടെ എന്റെ ചിക്കന്റെ മണം മാത്രമേ ഉള്ളൂ ഈ വീട്ടില്. നിന്റെ പീരയുടെ അവിഞ്ഞ ഇതെന്തര ഇത് മുട്ട പുഴുങ്ങിട്ടേക്കുന്ന ഡിസൈൻ അല്ല, ഉപ്പ് കൂടി ഉരുളക്കിഴങ്ങ് സൈഡ് വെച്ചേക്കുന്നത്. എടി കള്ളി. ഉപ്പ് ഇച്ചിരി ആ കല്ല് അളവ് അറിയത്തില്ല, വെള്ളം ഒഴിക്കുന്നോണ്ട് എനിക്ക് അളവ് അറിയത്തില്ല. ഇച്ചിരി ഒഴിച്ചോളൂ. പക്ഷെ എനിക്കൊന്ന് കടലിന് പിടിച്ച മീനില്ലേ, അത് ഉപ്പുണ്ടായിരുന്നു. മൃദുലയുടെ നെത്തോലി പീര ഫൈനലി ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. സെറ്റ്. ചോറിനൂടെ ഇളകി കഴിക്കുമ്പോൾ ടാലി ആവുന്നുണ്ട് ഗൈസ്, കുഴപ്പമില്ല. അപ്പൊ അറിയിപ്പൊക്കെ നടത്തിയിട്ട് രണ്ടുപേരും എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫാമിലി എല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. എല്ലാരും പോയി, എല്ലാരും ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സദ്യയായിരുന്നു. അമ്മ അറിയിച്ച എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സദ്യയായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. പിന്നെ ഒരു ചടങ്ങ്. നീ എന്ത് ചെയ്ത അവിടെ നിന്ന്? ഞാൻ ചെയ്തില്ല. അവ അവിടെ കൈ അടിക്കാൻ പറഞ്ഞു. ഇത് ചടങ്ങായിരുന്നു കേട്ടോ. ഇത് പലർക്കും ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിയത്തില്ലായിരിക്കും. പലയിടത്തും പല ചടങ്ങാണ്. ചിലയിടത്ത് 5 മാസം ഞാൻ പറഞ്ഞില്ലേ. എല്ലായിടത്തും ഈ 3 മാസത്ത് പോയി അറിയിക്കുന്നവരോട് ഇല്ലെന്ന് തോന്നുന്നു. നമ്മളിവിടെ ഈ 3 മാസം
ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിന്റെ പേര് വെച്ചു ഇനി ഇല്ലടേ. ഇനി ഇല്ല, തീർന്ന് കുഞ്ഞാടുത്ത് പറഞ്ഞാ രാവിലെ ഞാൻ പറഞ്ഞിട്ടാ പോയത്. ആണോ? മറ്റേത് എനിക്കായിരുന്നു വരുന്നത്. ഇപ്പൊ കുഞ്ഞാവയ്ക്കൊക്കെ ഞാൻ നിനക്ക് തന്നില്ലായിരുന്നോ? തന്നില്ല. പരാതി പരാതി പരാതി. എന്നായിരിക്കട്ടെ, രാവിലെ കുഞ്ഞാവയ്ക്ക് കൊടുത്തോളൂ. അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്യുന്നു വിചാരിച്ചുകൊണ്ട് ഗൈസ് ഹോപ്പ് ഗൈസ് നിങ്ങൾ അറിയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ. അച്ഛൻ പണിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ലേറ്റായി പോയി. ഓ, പലഹാരം തരാനല്ലേ? ആദ്യം അവനെ വിട്ടത് ഞാനല്ല. ബൈ ആൻഡ് ലവ് യു.